ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, രണ്ട് സുപ്രധാനമായ അത്ഭുതങ്ങൾക്ക് ശേഷം യേശുനാഥൻ ഇന്ന് രണ്ട് അന്ധരെ സുഖപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് യേശുനാഥൻ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണാധികാരിയുടെ മരിച്ചുപോയ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന യേശുവിനെയും നാം കാണുന്നു. ഇവയ്ക്ക് ശേഷം ഭവനത്തിലേക്ക് മടങ്ങുന്ന യേശുവിനെ രണ്ട് അന്ധയാചകർ അനുഗമിക്കുകയാണ്. ഇവിടെ ദാവീദിൻ്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവർ യേശുവിനെ അനുഗമിക്കുന്നത്. യഹൂദർ തങ്ങളുടെ രക്ഷയ്ക്കായി വരുന്ന മിശിഹായ്ക്ക് വേണ്ടി മാത്രം കരുതി വച്ചിരുന്ന ഒരു ശീർഷകമാണ്, ഒരു ടൈറ്റിലാണ് ദാവീദിൻ്റെ പുത്ര എന്ന അഭിസംബോധന. ഇത് വിളിച്ചുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത്. യേശു വെറും ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമല്ല, തങ്ങളെ മോചിപ്പിക്കാൻ വന്ന, സമഗ്രമായിട്ടുള്ള മോചനം സാധ്യമാക്കുന്ന മിശിഹായാണെന്നുള്ള തിരിച്ചറിവാണ് ഈ അന്ധയാചകർക്ക് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും യേശു ചെയ്ത ഈ അത്ഭുതങ്ങളൊന്നും അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. അവർ കേൾവിയിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. കേൾവിയിൽ നിന്ന് അവർ ഇത് യേശു എന്ന വ്യക്തി മിശിഹ തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നത് നാം കാണുകയാണ്. യേശുനാഥൻ പോകും വഴി അവരെ സുഖപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും അനേകം പേർ യേശുവിനെ അനുഗമിച്ചിട്ടുണ്ടാകും ഈ അത്ഭുതങ്ങൾക്ക് ശേഷം. ഇവരും ഈ അന്ധയാചകരും ആ ജനക്കൂട്ടത്തിൻ്റെ കൂടെ യേശുവിനെ അനുഗമിക്കുകയാണ്. അതിനുശേഷം വീട്ടിലെത്തിയ ശേഷമാണ് യേശുനാഥൻ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും സൗഖ്യം അവർക്കായി നൽകുന്നതും. പ്രിയപ്പെട്ടവരെ, ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ തിരിച്ചറിയുവാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും എളുപ്പമാണ്. എന്നാൽ ആത്മീയമായിട്ടുള്ള അന്ധത തിരിച്ചറിയാനായിട്ട് ഒട്ടും എളുപ്പമല്ല. അത് വ്യക്തമായിട്ട് കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ രാജാവ്, ലോകത്തിൻ്റെ അധികാരി അവിശ്വാസികളെ, അവരുടെ കാഴ്ചയെ മറച്ചിരിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് അവരുടെ കാഴ്ചയെ മറച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പ്രകാശം കാണാനായിട്ട് അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3 രീതിയിൽ നമുക്ക് നമ്മുടെ കാഴ്ചയെ മറക്കുവാനായിട്ട് ഈ ലോകത്തിൻ്റെ അധികാരി പിശാച് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സ്വയം പര്യാപ്തതാ ബോധം. എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ രക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ഒരു മിഥ്യാബോധം പിശാച് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത് നമുക്ക് പല അവസരങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കും. പണത്തിനും അധികാരത്തിനും സ്വാധീനത്തിനും അതിൻ്റെ പുറകെ പോകാനായിട്ടുള്ള, അങ്ങനെയുള്ളവരുടെ പിറകെ പോകാനായിട്ടുള്ള ഒരു പ്രവണത. അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് ഇത് നമ്മെ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോടത്തോളം നമ്മെ അന്ധരാക്കി നിർത്തുന്നു. യേശുവിലേക്കുള്ള കാഴ്ചയെ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ പിറകെ മാത്രം നാം പോകുമ്പോൾ, സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ പിറകെ മാത്രം പോകുമ്പോൾ ഈ അപകടം ഒളിച്ചിരിപ്പുണ്ട്. മൂന്നാമതായിട്ട് യുക്തിയും വിശ്വാസവും. നമുക്കറിയാം, ചിലർ യുക്തി കൊണ്ട് മാത്രം ചിന്തിക്കുന്നു, ചിലർ വിശ്വസിക്കാനായിട്ട് ഒരു മടിയുമില്ല. എന്നാൽ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ സുന്ദരമായിട്ടുള്ള ശാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്, ഫീദസ് എത് റാറ്റ്സിയോ. അതായത് വിശ്വാസവും യുക്തിയും, അത് രണ്ടും ഒരു പക്ഷിയുടെ 2 ചിറകുകളാണ്. അതിനാൽ തന്നെ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ സാത്താൻ ഒരു മിഥ്യാബോധം സൃഷ്ടിക്കുന്നു, യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ഒരു മിഥ്യാബോധം ചില മനുഷ്യരിൽ നിറയ്ക്കുന്നു. അങ്ങനെ അവർ യുക്തിവാദികളായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യം നമുക്ക് ഇന്ന് നമ്മുടെ കൺമുൻപിൽ കാണാനായിട്ട് സാധിക്കും. പല കാര്യങ്ങൾ കൊണ്ട് നാം അന്ധരായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാഴ്ച ലഭിക്കാനായിട്ട് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ അന്ധത തിരിച്ചറിയുക. പെട്ടെന്ന് തന്നെ നമ്മുടെ തെറ്റ് സമ്മതിക്കാനായിട്ട് ഭൂരിഭാഗം പേർക്കും പ്രയാസമാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അന്ധത തിരിച്ചറിയുക എന്നതാണ്. എൻ്റെ അന്ധത തിരിച്ചറിയുക. രണ്ടാമത്, യേശുവിനെ സമീപിക്കുക. എളിമയോടുകൂടെ യേശുവിലാണ് രക്ഷ, ഈ നാമത്തിലല്ലാതെ വേറൊരു നാമത്തിലും രക്ഷയില്ല എന്നുള്ള ഉറച്ച ബോധ്യം, യേശുവിനെ സമീപിക്കുക. മൂന്നാമതായിട്ട്, വിശ്വാസത്തോടെ ചോദിക്കുക. യേശുവിനോട് വിശ്വാസത്തോടെ എന്താണോ വേണ്ടത് അത് വിശ്വാസത്തോടെ ചോദിക്കുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് പാപബന്ധനങ്ങളിൽ നിന്നും ഏത് അന്ധതയിൽ നിന്നും നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് 2 വ്യക്തികളോടും യേശുനാഥൻ സൗഖ്യം നൽകിയ ശേഷം ആജ്ഞാപിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ആരോടും പറയരുത് എന്ന്. എന്നാൽ അവർ അതിന് വിപരീതമായി പ്രവർത്തിച്ചു. യേശുവിനെക്കുറിച്ച് ലോകമെമ്പാടും പോയി പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഐഡൻറ്റിറ്റി, യേശുവിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് നാം തിരിച്ചറിയുന്നു. അത് വെറും ഒരു അത്ഭുത പ്രവർത്തകനല്ല, നേരെ മറിച്ച് യേശു മിശിഹായാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ശ്രമത്തിലൂടെയാണ്, ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെയാണ് ആ തിരിച്ചറിവിലേക്ക് നാം കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് യേശുനാഥൻ പറയുന്നത്. അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ടവരല്ല നമ്മൾ, നേരെ മറിച്ച് സമഗ്രമായിട്ടുള്ള മോചനത്തിൻ്റെ പിറകെ പോകേണ്ടവരാണ് നാം. എന്നാൽ യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്. യേശുനാഥൻ പറയുന്ന ഈ വാക്ക് നാം അനുസരിച്ചിട്ടുണ്ടോ? യേശുവിനെക്കുറിച്ച് നാം പറയാറുണ്ടോ? യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് നാം പറയാറുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.